ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കേക്കാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഐസ്ക്രീം സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. അതിനായി ഞാനിവിടെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും അതേപോലെ ഒരു വനില സ്പോഞ്ച് കേക്കും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഓരോ മുട്ടയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ടിന്നെടുത്ത് അതിൽ ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുക്കണം. അതിനുശേഷം ആദ്യം ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. ഈ ക്ലിംഗ് റാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ അതിന് മുകളിൽ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സെയിം സൈസിലുള്ള ടിന്ന് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു സ്പാച്ചുല ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഐസ്ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കിട്ടും. 1/2 ലിറ്ററിൻ്റെ ഐസ്ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം വനില സ്പോഞ്ച് കേക്ക് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ക്ലിംഗ് റാപ്പ് വെച്ച് തന്നെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഒരു 4 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കണം. നാല് മണിക്കൂറിന് ശേഷം ഈ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ സൈഡിലുള്ള ഐസ്ക്രീമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലും മുകളിലൊക്കെ ആക്കി നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഐസ്ക്രീമൊക്കെ മെൽറ്റായിട്ട് പുറത്തേക്ക് വരും. കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു ബോർഡർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ ഒരു നോസിലിൻ്റെ നമ്പർ 100ൻ്റെ N1 നോസിലാണ്. താഴെ സൈഡിലും ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ നമുക്ക് ഈ കളേർഡ് വെർമിസെല്ലി ഉപയോഗിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് ഫ്രീസറിൽ വെച്ച് ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കണം. 4 മണിക്കൂറിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുകയാണ്. നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം ഇത് പുറത്തെടുത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ അകത്തുള്ള ഈ ഐസ്ക്രീം മെൽറ്റായി പോവും. എടുത്തതിന് ശേഷം ബാക്കിയുള്ള കേക്ക് ഫ്രീസറിൽ തന്നെ വെക്കണം. പലർക്കും സംശയം ഉണ്ടാവും ഈ ഫ്രീസറിൽ വെക്കുമ്പോൾ ഈ ഒരു കേക്ക് ഹാർഡാവില്ലേന്ന്. അല്പം ഹാർഡ് ഉണ്ടാവും, എന്നാലും ഈ ഒരു ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.